ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു യാത്ര നടത്തിയായിരുന്നേ. മാർത്താണ്ഡം കൊട്ടാരത്തിൽ നിന്നും തിരുവനന്തപുരം വരെ മഴയും ചെറിയ ചെറിയ അബദ്ധങ്ങളും പ്രതീക്ഷിക്കാത്ത ചില നിമിഷങ്ങളും നിറഞ്ഞ ഞങ്ങളുടെ ഒരു 2 ദിവസത്തെ യാത്ര എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. അപ്പം ഇതാണ് മാർത്താണ്ഡം കൊട്ടാരം. ഇവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ സ്ഥലം കുറേ നാളായിട്ട് ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് എൻട്രി ടിക്കറ്റ് എടുക്കാൻ പോയ ടൈമിൽ ഞാൻ ഇവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് എടുത്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഫ്രണ്ടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് പാലസിലെ മീറ്റിംഗ് ഹാൾ. ഇവിടെ നിന്നും മുന്നോട്ട് പോയിട്ട് ദാണ്ട് ആ സ്റ്റെപ്പ് ഇറങ്ങി അടുത്ത് കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അതാണ് ഊട്ടുപുര. ഇവിടെ 2000 പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാം എന്നാണ് പറഞ്ഞു തന്നത്. കണ്ടിട്ട് 2000 പേരിൽ കൂടുതലിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അത്ര വലുതാണ് ഇത് കാണാൻ. ഈ പോകുന്നതാണ് എൻ്റെ മോള്. ആ ദൂരെ പോകുന്നുണ്ടല്ലേ, അതാണ് എൻ്റെ ഹസ്ബൻഡ്. എൻ്റെ മോൾക്ക് എൻ്റെ കൈ പിടിച്ച് നടക്കാൻ ഒട്ടും ഇഷ്ടമല്ലേ, പക്ഷേ എനിക്കാണെങ്കിൽ അവളുടെ കൈ പിടിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരുമിച്ച് വന്നവരെല്ലാം ഒരുമിച്ചല്ലേ നടക്കേണ്ടത്. ഇവിടെ അങ്ങനൊരു രീതിയേ ഇല്ല. പിന്നെ അത് കണ്ടോ, എന്തൊരു ഭംഗിയായത്. എനിക്ക് ഭയങ്കര എന്താ പറയുന്നത്, എനിക്കിവിടെ അങ്ങ് താമസിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ആ പോകുന്നത് എൻ്റെ മദർ ഇൻ ലോ ആണ്. പിന്നെ എല്ലാവരും ഉണ്ട്. ഞങ്ങളൊരു ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം. ഇതാണ് അച്ഛൻ, ഇതമ്മ, ഇതെൻ്റെ മോളുടെ തലയാണ് കാണുന്നത്. എല്ലാവരും അങ്ങനെ വളരെ റെയറായിട്ടാണ് ഞങ്ങളെല്ലാവരോടും ഒരുമിച്ചൊരു യാത്ര ചെയ്യുന്നത്. പിന്നെ മെഡിറ്റേഷൻ റൂം, സ്ത്രീകളുടെ ഡ്രസ്സിങ് ഏരിയ. ബെൽജിയം കണ്ണാടിയിൽ വെച്ചിട്ടാണ് ഇവർ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ അന്നത്തെ തമ്പുരാട്ടിമാരൊക്കെ ഗോസിപ്സൊക്കെ പറഞ്ഞിരിക്കാൻ അവർക്ക് സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുന്നത്, അവർ എല്ലാം അടിപൊളിയായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് മാർത്താണ്ഡവർമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിൽ. കുറേ ഔഷധക്കൂട്ടുകൾ കൊണ്ട് നിർമ്മിച്ച കട്ടിലാണെന്നാണ് അവിടെ നിന്ന് ചേച്ചി പറഞ്ഞു തന്നത്. അപ്പം മാർത്താണ്ഡവർമ്മയുടെ കട്ടിൽ, ഓഫീസ് റൂം, അമ്മ തമ്പുരാട്ടിയുടെ മുറി, പിന്നെ ഫോറിനേഴ്സ് വരുമ്പോൾ അവർക്കുള്ള റൂം, ഇതെല്ലാം കണ്ടാലും തീരത്തില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് നവരാത്രി മണ്ഡപം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ക്ഷേത്രം കാണിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പം ഇതൊക്കെ എന്താ പറയുന്നത്, ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഞാൻ ടയേർഡായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ അത്രയും കണ്ട് നടന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനേ വയ്യായിരുന്നു. അതുപോലെ അങ്ങ് എന്താ പറയുന്നത്, കിടക്കുവാണ് കൊട്ടാരം. പിന്നെ കണ്ടോ, എൻ്റെ ഫേസൊക്കെ കണ്ടോ, ഞാൻ ഒത്തിരി ടയേർഡായി. ഇതെന്താ തീരാത്തേന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ നടപ്പ്. അതല്ല എൻ്റെ അത്ഭുതം, ഇതൊന്നും എൻ്റെ മോളെ ബാധിക്കുന്നില്ല. അവളിപ്പോഴും എന്താ പറയുന്നത്, ആ വന്ന ടൈമിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഓക്കെ ആയിട്ടാണ് നടക്കുന്നത്. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി ഞാൻ കാറിൽ കയറുന്ന ഒറ്റ ഉറക്കമായിരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. അന്നത്തെ രാത്രി തിരുവനന്തപുരത്തുള്ള ഗ്രാൻഡ് ചൈത്രം, അതായത് KTDCയുടെ ഗ്രാൻഡ് ചൈത്രം എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. ഓക്കെ, ഒരു ഫാമിലിക്ക് ഒരു ദിവസം കഴിയാനുള്ള എല്ലാ സെറ്റപ്പും ഈ റൂമിൽ തന്നെയുണ്ട്. പിന്നെന്താ പറയുന്നത്, ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഫുഡ് ഓർഡർ ചെയ്തിട്ട് അതിന് വെയിറ്റ് ചെയ്യുന്ന ടൈമാണ്. എനിക്ക് രാവിലത്തെ ആ ക്ഷീണം കാരണം നല്ല തലവേദന. അപ്പോൾ ഞാൻ കരുതി ഒരു കോഫി ഇട്ട് കുടിക്കാമെന്ന്. അതും ഞാൻ തന്നെ, കെറ്റിലിൽ. എനിക്ക് കോഫിയൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ, അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം കോഫി ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചു ഈ കോഫി കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ തലവേദനയും മാറുമെന്ന്. സത്യം പറയാമല്ലോ, ഇത്രയും വൃത്തികെട്ട ഒരു കോഫി ഞാൻ കുടിച്ചിട്ടേയില്ല. അത് കെറ്റിലുണ്ടാക്കുന്നതിൻ്റെ പ്രോബ്ലം ആണെന്നാണ് തോന്നുന്നത്. ഞാൻ ഗ്യാസിലുണ്ടാക്കുമ്പോൾ ഈ പ്രശ്നമൊന്നുമില്ല. എൻ്റെ കോഫി എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഫുഡിൻ്റെ കൂടെ കോഫിയും ഓർഡർ കൊടുത്തു. പിന്നെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കട്ടിലോട്ടാണ് വീണത്. കട്ടിലിൽ കിടന്ന് ഏതോ ഒരു സീരിയലും കണ്ടുകൊണ്ട് കിടന്നുറങ്ങി. പിന്നെ നെക്സ്റ്റ് ഡേ, സത്യം പറയാമല്ലോ, അന്നേ ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കുളിച്ച് തൊഴുത്ത് വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചതാണ്. അന്ന് കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറിയപ്പോൾ കാല് തെന്നി ഭിത്തിയിൽ മുഖമിടിച്ച് അവിടെ ഒരു മാർക്ക്. അപ്പം തൊട്ട് അരുൺചേട്ടൻ എന്നെ വഴക്കായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോകാൻ ലേറ്റായേ,
ലേറ്റായി, അതെല്ലാം സോൾവായി. ലേറ്റായിട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു കാർ പിടിച്ചാണ് പോയത്. കാറിൽ കാറിൽ കയറിയപ്പോൾ തൊട്ട് മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരും മഴ, നിൽക്കുന്നില്ല. പിന്നെ അമ്പലത്തിൽ പോയപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രണ്ട് പോർഷനിലെ ഒരു വീഡിയോ എടുക്കണമെന്നായിരുന്നു. പക്ഷെ അയാൾ കൊണ്ടുപോയി നിർത്തി തന്നത് ഏതോ ഒരു സൈഡിൽ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ വീഡിയോയും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് കയറി. മഴ എന്ന് പറഞ്ഞാൽ കട്ട മഴയാണ്. ഈ സമയത്തിൽ ഭയങ്കര മഴയാണ്. ഈ മഴ സമയത്ത് ഞങ്ങൾ പോയിട്ട് ഒരു ക്യൂവിൽ നിന്നു. അത് അമ്പലത്തിൽ അകത്തോട്ടുള്ള ക്യൂ ആണെന്നറിയാം, പക്ഷെ അത് എത്രത്തോളം ദൂരം ഉണ്ടെന്നൊന്നും ഏകദേശം 1.5 മണിക്കൂർ ആ ക്യൂവിൽ നിന്നപ്പോൾ നമുക്ക് തോന്നി ഇനി നിൽക്കണ്ട, ഇനി നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, നമുക്കെന്നാൽ വീട്ടിൽ പോകാമെന്ന്. അപ്പോൾ ആ ക്യൂവിൽ നിന്ന് ഇറങ്ങാനും പറ്റത്തില്ല. ഞങ്ങൾ അമ്പലത്തിൻ്റെ ഏകദേശം അകത്തെത്തിക്കഴിഞ്ഞു. അപ്പം അകത്തോട്ട് പോകാൻ പറ്റുന്നില്ല. അവിടെയാണെങ്കിൽ അമ്പലം അടച്ചേക്കുക, എന്നാൽ പുറത്തോട്ടും പോകാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥ. പിന്നെ ചുറ്റമ്പലത്തിലൊന്നും പിന്നെ ഞങ്ങൾ കയറി തൊഴുതില്ല. അമ്പലത്തിൽ പെട്ടെന്ന് പിന്നെ കയറി തൊഴുതു. പിന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പോഴത്തേക്ക് 1 മണി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീണ്ടും തമ്പാനൂർ KTDC ഗ്രാൻഡ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചു പോയി. അവിടെ ചെന്ന് അപ്പോഴേക്കും മഴയെല്ലാം മാറി. മഴ പെയ്തതാണെന്ന് പോലും തോന്നാത്ത രീതിയിലേക്കിട്ടായി. പിന്നെ അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഇതാണ് എൻ്റെ ഏട്ടൻ, ഇത് അനുചേട്ടൻ്റെ അച്ഛൻ, അനുചേട്ടൻ്റെ അമ്മ, പിന്നെ നേരെ ഇരിക്കടി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇതിൻ്റെ കീഴിൽ കയറിയിരിക്കുന്ന എൻ്റെ മകൾ. അവളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ താനെ തലയൊക്കെ പുറത്ത്. എന്തായാലും ഭക്ഷണം വരാറായപ്പോഴത്തേക്ക് അവൾ നേരെ കയറിയിരുന്നു. പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം, ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പോയി. പിന്നെ യാത്രയ്ക്ക് ചെറിയ പ്രോബ്ലംസ് ഉണ്ടായാലും നല്ലൊരു യാത്രയായിരുന്നു. പിന്നെ എൻ്റെ മുഖത്ത് ചെറിയൊരു മാർക്ക് വന്നത് മാത്രമാണ് എനിക്ക് ആകെ വിഷമമായത്. അപ്പോൾ പറയാനുള്ള അത്രയേ ഉള്ളൂ. ബായ്.